ഹരിസാർ നമസ്കാരം. ഇന്ത്യയുടെ GDP-യിൽ രണ്ടാം പാദത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിപ്പോൾ മൂന്നാം പാദത്തിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് GDP കുതിച്ചു ഉയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു GDP കുതിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വളരെ വലിയൊരു അളവിൽ മുന്നോട്ടേക്ക് പോകുന്നു. ആ രീതിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു സുസ്ഥിരത നേടാനുള്ള ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ശരിയാണ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 5.2% രണ്ടാം പാദത്തിൽ കുറഞ്ഞിരുന്നു. രണ്ടാം പാദം എന്ന് പറയുന്നത് നമ്മൾ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ വളർച്ചാ നിരക്കിനെ കുറിച്ചാണ്. പക്ഷെ ഇപ്പോൾ മൂന്നാം പാദത്തിലെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO പുറത്തുവിട്ടിരിക്കുന്നു. അത് പ്രകാരം ഇന്ത്യയുടെ വളർച്ച മുൻപുണ്ടായിരുന്ന 5.4 നിന്നും 6.2% എന്ന വളർച്ചാ നിരക്കിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ രാജ്യം ഇടയ്ക്ക് ഒന്ന് ചില പുറകോട്ട് പോകുന്ന ചില ലക്ഷണങ്ങളൊന്ന് കാണിച്ചെങ്കിലും അതൊക്കെ വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നെന്നും ഇന്ത്യ വീണ്ടും വളർച്ചയിലേക്ക് കുതിച്ചുയരുന്നു. അതുപോലെ 2030 ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇക്കോണമിയായിട്ട്, സമ്പദ്ഘടനയായിട്ട് മാറാൻ ഇന്ത്യ സർവ്വതാ യോഗ്യമാണ്, അത് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ വളർച്ചയെ ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിലെ ഓർഗനൈസേഷൻസ്, ഒരു ഉദാഹരണത്തിന് പ്രമുഖ ജർമ്മൻ ബാങ്കായ ഡോയ്ച്ചെ ബാങ്ക്, ഡോയ്ച്ചെ ബാങ്കിൻ്റെ ഒരു പ്രതികരണം ഇതിനുശേഷം വന്നിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ വീണ്ടും പുരോഗതിയിലേക്ക് കുതിച്ച് പോവുകയാണ്. മാത്രമല്ല, ഇന്ന് വികസിക്കുന്നതോ അല്ലെങ്കിൽ വികസിച്ചതോ ആയ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് എക്കോണമീസിൽ ഏറ്റവും വലിയ എക്കോണമികളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ഇക്കോണമീസിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടന എന്നുള്ള ആ ഒരു സ്ഥാനം ഇന്ത്യ വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? വളരെ വ്യക്തമാണ്. അതായത് ഞാൻ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉപഭോഗം, ഹൗസ് ഹോൾഡ് കൺസംഷൻ എന്ന് പറയും, ആ കൺസംഷനിൽ കുറവുണ്ടായിരുന്നു. അതുപോലെ സർക്കാർ ചെലവഴിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സർക്കാർ, ഇന്ത്യയിലെ ഗവൺമെൻറ് വലിയ തോതിൽ പണം ചെലവഴിക്കുന്നുണ്ട്. ഈ ചെലവഴിക്കുന്ന പണം അതിൻ്റെ അളവൊന്ന് കുറഞ്ഞിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ മേഖല എന്ന് പറയുമ്പോൾ റോഡ് നിർമ്മാണം, ബ്രിഡ്ജസ്, പാലങ്ങളുടെ നിർമ്മാണം, പോർട്ട്, എയർപോർട്ട്, ഇങ്ങനെ നിരവധി അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനമാണ്. ഈ അടിസ്ഥാന സൗകര്യ മേഖലയിലെ ഈ വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, നമ്മുടെ ആ ഒരു 2024 ഇലക്ഷൻ സമയത്ത് സർക്കാർ ഉണ്ടെങ്കിൽ തന്നെ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധ ആ ഇലക്ഷനിലേക്ക് പോകും. അപ്പോൾ അതായിരുന്നു ഈ പറയുന്ന ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ഉള്ള വളർച്ചയിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചത്. പക്ഷെ അത് വീണ്ടും നമ്മൾ തിരിച്ചു കയറി ഇരിക്കുന്നു. നമ്മൾ വീണ്ടും വലിയ തോതിൽ സർക്കാർ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് മേഖലയിലേക്ക് ഇന്ത്യ വലിയ ശ്രദ്ധ ഊന്നിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം ഞാനൊരു വാർത്ത വായിച്ചു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും ആപ്പിൾ അവരുടെ കോമ്പണൻസ് ചൈനയിലേക്കും വിയറ്റ്നാമിലേക്കും കയറ്റി അയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും ഇന്ത്യ മൊബൈൽ ഫോണുകളുടെ ഉൾപ്പെടെയുള്ള എക്സ്പോർട്ടിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോഴും ഇന്ത്യയുടെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഇവിടെ ശരിക്കും അസംബിൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, ഇവിടെ കോമ്പണൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇന്ത്യ മാനുഫാക്ചർ ചെയ്തതെന്ന് പറയാൻ പറ്റും? അതായത് ഒരു മൊബൈൽ ഫോൺ ചൈനയുടെയും തൈവാന്റെയും ഒക്കെ പാർട്സ് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആകുന്നത് ഇത് എന്ന് പറഞ്ഞായിരുന്നു സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനി സ്ഥാനമില്ല. കാരണം ആപ്പിൾ പോലൊരു വലിയ സ്ഥാപനം, ലോകത്തിലെ തന്നെ ഏറ്റവും സാങ്കേതികവും നൂതനവുമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഹൈ എൻഡ് മൊബൈൽ അല്ലെങ്കിൽ മാക്ബുക്ക് പോലുള്ള ലാപ്ടോപ്പുകൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഇലക്ട്രോണിക് സ്ഥാപനമാണ്. അവരുടെ കോമ്പണൻസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് അത് ചൈനയിലേക്ക് പോവാണ്. അപ്പൊ ഇനി ചൈനയിൽ ഇന്ത്യയുടെ കോമ്പണൻസ് വെച്ച് അസംബിൾ ചെയ്യുന്ന സാധനമായിരിക്കും ചൈന ഇറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം സർക്കാർ
പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞ PLI എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് ചില പ്രത്യേക മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വലിയ തോതിൽ പ്രവർത്തിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവര് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ, ഗ്രാൻറ്റുകൾ അവർക്ക് കിട്ടും. അപ്പോൾ ഇത് വലിയ വിജയമായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വീണ്ടും സാമ്പത്തിക പുരോഗതിയിലൂടെ ഒരു അതിവേഗ ഇടനാഴിയിലൂടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് 2-3 കാരണങ്ങളാണ്. IMF ഇതിനെ വളരെ സ്വാഗതാർഹമായിട്ട് IMF നോക്കിക്കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത്, ഒന്ന് സർക്കാരിൻ്റെ പോളിസികൾ, രണ്ടാമത്തേത് ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, അതായത് വലിയ തോതിൽ വിമൻ വർക്ക് ഫോഴ്സ്, സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെയധികം കൂടുന്നുണ്ട്. ഇങ്ങനെ പ്രതിഭാശാലികളായ ആൾക്കാരുടെ ഒരു കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് ഒരു കാരണം. പിന്നെ ഇന്ത്യ ഈ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള 3 മാസങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണമായത് റൂറൽ കൺസംഷൻ ഇന്ത്യയിൽ വർദ്ധിച്ചു. അതായത് ഗ്രാമങ്ങളിലെ ഉപഭോഗം കൂടി. നമ്മൾ പലപ്പോഴും പല കമ്പനികളും നഗരങ്ങളിലെ ഉപഭോക്താക്കളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് അവർ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന വളരെ വളരെ ഒരു പ്രോത്സാഹനജനകമായ ഒരു പ്രവണത എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ വലിയ തോതിൽ ഉപഭോഗം കൂടുന്നു. അത് ഗ്രാമീണ ജനതയ്ക്ക് പർച്ചേസിംഗ് പവർ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് മറ്റൊരു അർത്ഥം കൂടെ അതിനുണ്ട്. കാർഷിക മേഖല വളരെ സജീവമാണ്. അതുകൊണ്ടാണല്ലോ വടക്കേ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കയ്യിലേക്ക് വലിയ ഒരു പണത്തിന്റെ ഒഴുക്കുണ്ടാകും. അത് കാരണം അവർക്ക് കൂടുതൽ ഉപഭോഗ വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഉപഭോഗം വർദ്ധിക്കാനുള്ള കാരണം എന്നാണ് സർക്കാർ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രോത്സാഹനജനകമായ ചില പ്രവണതകളാണ് സമ്പദ്ഘടനയിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ച മുന്നോട്ട് വീണ്ടും കുതിപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് വർദ്ധിക്കാനിടയുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ പോവുകയാണ്. അത് ഈ വർഷം അവസാനത്തോടു കൂടി ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരണം എന്നാണ് ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുലയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. തിരിച്ചു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരുന്നു. അത് വലിയൊരു കച്ചവടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിയിലൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്ന് പറയുന്ന വ്യവസായ ഇടനാഴി എന്ന് പറയുന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അപ്പം ഇത് മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം തന്നെ ഒരു വളരെ ശുഭസൂചകമായ ഒരു പ്രവണതയാണ് ഈ നമ്മൾ 3-ാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വീണ്ടും 6%-ലധികം 6.2%-ആയിട്ട് കുതിച്ചുയർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും. എന്തായാലും 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകും. 3ാമത്തെ സാമ്പത്തിക ശക്തിയാവാനുള്ള വലിയ സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലേക്കുള്ള മുന്നേറ്റത്തിൻ്റെ വലിയ സൂചന തന്നെയാണ് ഈ ഒരു GDP-യിലെ വളർച്ച എന്ന് തന്നെ നാം കരുതണം. അങ്ങയുടെ വാക്കുകളിൽ നിന്നും അതാണ് മനസ്സിലാവുന്നത്. എന്തായാലും അങ്ങയുടെ ഈ ചർച്ചയുമായി അങ്ങ് സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.